സമയമായപ്പോ ഓണത്തിന്റെ ആഘോഷമൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ ആഘോഷം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. തിരുവോണം സ്പെഷ്യൽ ഗുഡ് ഈവനിംഗ് വിത്ത് മാതൃസുജിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിറയെ പച്ചപ്പ്, അവിടെ ഇത്രയും വർണ്ണാഭമായ കലാരൂപങ്ങൾ. അപ്പൊ പ്രേക്ഷകരിലേക്കും ഈ ആഘോഷ കാഴ്ചകൾ എത്തിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്ന് തിരുവോണം സ്പെഷ്യലായി ഗുഡ് ഈവനിംഗ് വിത്ത് മാതൃസുജി. എന്നോടൊപ്പം ഉള്ളത് കാളിക കലാക്ഷേത്രയിലെ കലാകാരന്മാരാണ്. ഇവർ മാത്രമല്ല, ഇന്നത്തെ തിരുവോണം സ്പെഷ്യൽ ഗുഡ് ഈവനിംഗ് വിത്ത് മാതൃസുജിയിൽ കലാകാരന്മാരുടെ വലിയ നിര തന്നെ പ്രേക്ഷകർക്കുണ്ടാകും. അപ്പം നമുക്ക് തുടങ്ങാം ആഘോഷങ്ങൾ. സുധീഷ്, ഹായ്. അപ്പോ ഇതാണ് പൂതൻതിറ. ഇത് വള്ളുവനാട്ടിലെ ഒരു വലിയ ആചാരപരമായ ഒരു കലാരൂപമാണ്. ഇവിടെ നമുക്ക് 2 പൂതമുണ്ട്. ഒന്ന് രാജു പൂതമാണ്, ഒന്ന് ബാബു പൂതമാണ്. 5 തിറയുമുണ്ട്. ഇത് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് അടുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയാ, എത്ര വർഷമായി ഇത് ചെയ്യുന്നു? ഞങ്ങൾ ഇത് പലരും പല രീതിയിൽ പല വർഷമായിട്ട് ചെയ്യുന്നവരാണ്. ഇതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് ഞങ്ങളുടെ മാമനാണ്, മുരളി മാമനാണ്. അദ്ദേഹം ഏകദേശം 50 വർഷത്തോളം ആയി ഈ കലാരൂപം ചെയ്ത് നടക്കുന്ന ആളാണ്. ഞാൻ 25 വർഷമായിട്ട് ചെയ്തുകൊണ്ട്. തൃശ്ശൂരാണ്? തൃശ്ശൂർ. ഞാൻ തൃശ്ശൂർ തിരുവില്ലാമലയാണ്. ബാക്കിയുള്ളവർ പല സ്ഥലത്തുള്ളവരാണ്. എല്ലാവരും തൃശ്ശൂരുകാരല്ല? അല്ലല്ല, ഇത് 3 ജില്ലയിലത്തെ ആൾക്കാരുണ്ട്. പാലക്കാട്ടത്തെ, മലപ്പുറം, പിന്നെ തൃശ്ശൂരും. ഈ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് പോവാണോ? ക്ഷേത്ര കലാരൂപമാണ് കൂടുതലും. ഞങ്ങൾ ഉത്സവ സമയത്ത് മകരമാസം മുതൽ മേടമാസം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഒരു ഗ്രൂപ്പായത്? ഞങ്ങൾ പല ഗ്രൂപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ 50 വർഷമുള്ള പേരെന്താ? എന്റെ പേര് മുരളീധരൻ. 50 വർഷമായിട്ട് ഇത് ചെയ്യുന്നത്? ഞങ്ങള് പുരാതന കലാരൂപമാണ്. ഓക്കെ, ഇതിന്റെ സവിശേഷത ഒന്ന് പറഞ്ഞു തരാമോ? ഇത് പൂതത്തിന്റെ മോന്ത എന്ന് പറയും ഇതിന്. ഇത് മാർദാലി, ഇത് അരത്താലി, ഇത് പിന്നെ തോളുവള, മുള്ളുവള, വള. അങ്ങനെ തിരക്കാണെങ്കിൽ ഈ കിരീടം പോലെയുള്ളത് മാത്രമാണ് ഉണ്ടാവുക. അരമണി, കാൽച്ചിലമ്പ്. ഇത് ഒരുമിച്ച് പെർഫോം ചെയ്യുമ്പോൾ രസമായിരിക്കും അല്ലെ? സാധാരണ പോകുമ്പോൾ ഒരു പൂതവും തിറയുമാണോ ഉണ്ടാവുക? അല്ല, പല രീതിയിൽ പോകും. 10 പൂതുണ്ടാവും, 5 പൂതുണ്ടാവും, 10 തിറ, അങ്ങനെ പല രീതിയിൽ ആൾക്കാർ വിളിക്കും. ഓക്കെ, ഈ പെട്ടെന്ന് വെട്ടി തിരിയുന്നൊരു കാര്യം, അതാണ് ഭയങ്കര ഭംഗിയായിട്ട് കാണുക. അതെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ചെയ്യും? ഓ, തീർച്ചയായിട്ടും ചെയ്യാലോ. ഓക്കെ, നമുക്കൊന്ന് കൊട്ടിയാലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ അവതരണം കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ പുല്ലിൻ്റെ ഒക്കെ ഇടയായതുകൊണ്ട് ഇത് പ്രേക്ഷകർക്കൊക്കെ വേണ്ടി നല്ല ഭംഗിയായിട്ടൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നത്. നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഇനിയും കാണണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് മറ്റു ചിലരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇന്നത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് മാതൃസുജി എന്ന് പറയുന്നത് കലാകാരന്മാരുടെ ഒരു വലിയ സമ്മേളനമായി.